നമസ്കാരം. ജാർഖണ്ഡിൽ ഇ.ഡി. റെയ്ഡിൽ മന്ത്രിയുടെ സഹായിയുടെ വീട്ടിൽ നിന്ന് ഇ.ഡി. പിടികൂടിയത് കോടിക്കണക്കിന് രൂപ. മുതിർന്ന കോൺഗ്രസ് നേതാവും ജാർഖണ്ഡ് ഗ്രാമവികസന മന്ത്രിയുമായ ആലംഗീർ ആലമിന്റെ പേഴ്സണൽ സെക്രട്ടറി സഞ്ജീവ് ലാലിന്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ പൂഴ്ത്തിവച്ചിരുന്ന കോടിക്കണക്കിന് രൂപയാണ് കണ്ടുകെട്ടിയത്. 25 കോടിയിലധികം തുക ഇതിനോടകം കണ്ടുകെട്ടിയതായാണ് ലഭ്യമാകുന്ന വിവരം. പിടികൂടിയ നോട്ടുകളിൽ ഭൂരിഭാഗവും 500-ന്റേതാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. പണത്തിനു പുറമെ സ്വർണ്ണാഭരണങ്ങളും റെയ്ഡിൽ ഇ.ഡി. പിടിച്ചെടുത്തിട്ടുണ്ട്. ജാർഖണ്ഡ് ഗ്രാമവികസന വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന വീരേന്ദ്ര കെ റാമിനെതിരായ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടത്തിയത്. 2019 ഇയാളുടെ കീഴുദ്യോഗസ്ഥരിൽ നിന്നും പോലീസ് വൻ തുക പിടിച്ചെടുത്തിരുന്നു. തുടർന്നാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കേസ് ഇ.ഡി. ഏറ്റെടുക്കുന്നത്. ചില പദ്ധതികൾ നടപ്പാക്കിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 2023 ഫെബ്രുവരിയിൽ വീരേന്ദ്ര കെ റാമിനെതിരെ ഇ.ഡി. അറസ്റ്റ് ചെയ്തിരുന്നു. ബീഹാർ, ജാർഖണ്ഡിലെ റാഞ്ചി, ജംഷഡ്പൂർ എന്നിവിടങ്ങളിലായി ഇ.ഡി. നടത്തിയ റെയ്ഡിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. അതേസമയം ഇന്ന് റാഞ്ചിയിൽ 9 സ്ഥലങ്ങളിലാണ് അന്വേഷണ ഏജൻസി ഒരേ സമയം റെയ്ഡ് നടത്തിയത്. ഇതിനിടയിലാണ് തദ്ദേശ വികസന വകുപ്പ് മന്ത്രി ആലംഗീർ ആലമിന്റെ സഹായിയുടെ വീട്ടിലെ പരിശോധനയിൽ പണം ഇ.ഡി. കണ്ടെത്തിയതെന്ന് അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ഇ.ഡി. കേസെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ചെലവഴിക്കാനായി കോൺഗ്രസ് അഴിമതിയിലൂടെ സമ്പാദിച്ച പണമാണ് ഇതെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് ജാർഖണ്ഡ് ബി.ജെ.പി. വക്താവ് പ്രതുൽ ഷാദേവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.